ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പുഡിംഗ് റെഡിയാക്കി എടുക്കാം. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗാണ് കേട്ടോ. ബട്ടർ പുഡിംഗാണ് തയ്യാറാക്കാൻ പോകുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്ങിന്. ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ക്രിസ്മസിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിംഗ് തന്നെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങുമാണ് കേട്ടോ. പിന്നെ ബട്ടർ എന്ന് പറയുമ്പം നമ്മൾ അവക്കാഡോക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ബട്ടർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ പുഡിംഗ് എന്ന് പേരിട്ടുള്ളത് കേട്ടോ. പിന്നെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സിമ്പിൾ ബട്ടർ പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ്, അതായത് അവക്കാഡോ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരെണ്ണം മതി. പിന്നെ വല്ലാണ്ട് പച്ച എടുക്കരുത്, അതുപോലെ വല്ലാണ്ട് പഴുത്തതും എടുക്കരുത്. നമ്മളത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഗ്രീൻ കളറിലുള്ളത് വേണം കേട്ടോ. അപ്പോൾ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് ഒരു അവക്കാഡോ അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. ഈ ഒരു കളറിലാണ് വേണ്ടത്, നല്ല ഗ്രീൻ കളറിൽ തന്നെ നമുക്കത് അരച്ചെടുത്തിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ സാധാ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് പാലും പിന്നെ ബാക്കിയുള്ളത് അവക്കാഡോ, അതായത് ബട്ടറിൻ്റെ ആ ഒരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കൂടുതൽ പാൽ ഒഴിക്കേണ്ട, നല്ല തിക്കായിട്ട് തന്നെ വേണം. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഞാൻ പാലവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 25 ഗ്രാമിൻ്റെ വലിയൊരു പാക്ക് എടുത്തിട്ടാണ് അതിൽ നിന്നാണ് ചെറിയൊരു പീസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 ഗ്രാം ചൈന ഗ്രാസ് ഒക്കെ മതിയാകും. 25 ഗ്രാമിൻ്റെ പാക്കിൽ നിന്ന് 3 ഗ്രാം എടുക്കാമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. 25 ഗ്രാം ഈക്വലായിട്ട് 3 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പം 8 ഗ്രാമോളം വരും. ആ 8 ഗ്രാമിൻ്റെ ഒരു പീസിൽ നിന്ന് അത് 3 ഗ്രാമൊക്കെ നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 3 ഗ്രാം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും എടുക്കുന്നത് കേട്ടോ. നമുക്കത് പുഡിംഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരു 3 ഗ്രാമോളം ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാലിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാലൊന്നും. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. പഞ്ചസാര ഒന്നും ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ള മധുരത്തിനായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചൈന ഗ്രാസ് ചെറിയ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നല്ല ക്ലിയർ ലിക്വിഡ് ആവുന്ന വരെ മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ചൈന ഗ്രാസ്. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ നന്നായിട്ട് തിളയ്ക്കാനുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ ബട്ടർ പേസ്റ്റാക്കി വെച്ചല്ലോ അത് ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പുഡിങ് അത്രയും തിക്കാവും. അതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ വല്ലാണ്ട് ക്രീമി ആവില്ല. അതുപോലെ തന്നെ അത് തിളയ്ക്കാൻ നിൽക്കണ്ട. ഈ ബട്ടർ ചേർത്ത് നന്നായിട്ട് ബട്ടറിൻ്റെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത പാടെ തന്നെ നമുക്കതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ചൈന ഗ്രാസിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് മാറ്റാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ അരിപ്പയിലൂടെ വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. ബട്ടർ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് തന്നെ പുഡിങ് കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ആ ചൂടോട് കൂടിയിട്ട് തന്നെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഇതുപോലെ ഒരു സിൽക്കൺ മോൾഡിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാറിൻ്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സിൽക്കൺ മോൾഡിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാ നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി.
ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് ആ ഒരു ഷേപ്പിൽ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഈ സിൽക്കൻ മോൾഡാണ് നല്ലത്. കാരണം നമ്മളിതിലേക്ക് കുറച്ച് മാത്രമല്ല ചൈന ഗ്രാസ് ചേർത്തുള്ളൂ. അപ്പോൾ സാധാ പുഡിങ്ങിൻ്റെ ട്രേ ആകുമ്പോൾ നമുക്കിതുപോലെ ഫ്ലിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ നമ്മൾ സാധാ ട്രേയിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിനി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ സെറ്റാവാൻ വെക്കാം. ഇപ്പോൾ ഇത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുള്ള പുഡിങ്ങാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വല്ലാണ്ട് കട്ടിയായിട്ടില്ല, എന്നാൽ നല്ല പാകത്തിൽ സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ പുഡിങ്. എന്നാൽ ഞാൻ മുമ്പ് അവിൽ മിൽക്കിൻ്റെ പുഡിങ്ങിൽ പറഞ്ഞല്ലോ, നല്ല കട്ടിയായിട്ടുള്ള പുഡിങ് അത്ര കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ക്രീമി ആയിട്ടുണ്ടാകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മോൾഡിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഞാൻ കത്തിയോണ്ട് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ പുഡിങ്, അതായത് അവക്കാഡോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പാകത്തിനുള്ള ചൈന ഗ്രാസാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുമ്പത്തെ റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് സെറ്റാവുന്ന ആ സമയം നമ്മൾ ഡെക്കറേഷൻ ചെയ്യണമെന്ന്. ഞാനിപ്പോൾ ഇത് സെറ്റായ ശേഷം ഫ്ലിപ്പ് ചെയ്തിട്ടാണ്, വേറെ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ. പിസ്ത സ്ലൈസസ് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു പുഡിങ്ങിൻ്റെ ട്രേക്ക് നമ്മൾ മിക്സർ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് സെറ്റായാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭംഗി, ഒരു ജസ്റ്റ് ഒന്ന് ഫോട്ടോയുടെ ഒരു ലുക്കിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ നട്ട്സ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാണ്ട് നട്ട്സ് ഒന്നും ഇല്ലാണ്ടേ നല്ല ടേസ്റ്റാട്ടോ. നല്ലൊരു ക്രീമി ആയിട്ടുള്ള അവക്കാഡോ ജ്യൂസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. കാരണം കുറച്ച് മാത്രം മതിയാകും ബട്ടർ. ഒരുപാട് പേർക്ക് നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അത്രയും സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഇന്നലെ ഭയങ്കര അടിപൊളി ഡേ ആയിരുന്നു. കാരണം ഇന്നലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പോയി. പിന്നെ മടിയായി ചോറൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ടും നെയ്ബറും ആയിട്ടുള്ള ജിൻസി നല്ല അടിപൊളി ദം ബിരിയാണി ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ചൂടുള്ള ചിക്കൻ ദം ബിരിയാണി കൊണ്ട് വന്നത്. എന്താ പറയുക, പ്രഗ്നൻ്റ് ആയ ശേഷം വീട്ടിലത്തെ ഫുഡും ഞാൻ ഉണ്ടാക്കിയ ഫുഡും ഹോട്ടൽ ഫുഡും അല്ലാണ്ട് ഞാൻ ഇതുപോലെ വേറൊരാളുണ്ടാക്കിയുള്ള ഫുഡ് കഴിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഈ ഒരു സ്റ്റേജിലുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ഒന്നാമത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്താ പറയുക, വേറൊരു ടേസ്റ്റിൽ നമ്മളുണ്ടാക്കിയതല്ലാണ്ട് പുറത്തല്ലാണ്ട് ഉള്ളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷവും ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ജിൻസി, താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, പുഡിങ് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാം. വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.